പ്രവാസ ലോകത്തെ വാർത്തകൾ. CEPA കരാറുകളുടെ ശൃംഖല വിപുലീകരിച്ച് ആഗോള വ്യാപാര ഭൂപടത്തിൽ സാന്നിധ്യം ശക്തമാക്കി UAE. ഇന്ത്യ ഉൾപ്പെടെ ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്കൻ വിപണികളിലേക്കുള്ള പ്രവേശനം സുഗമമാക്കി കയറ്റുമതിക്ക് പുതിയ വാതിലുകൾ തുറക്കുകയാണ് രാജ്യം. ആഗോള വ്യാപാര ഭൂപടത്തിൽ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കി UAE. 2021 സെപ്റ്റംബറിൽ CEPA പദ്ധതിക്ക് തുടക്കമിട്ടതിനു ശേഷം ഒപ്പുവെച്ച കരാറുകളുടെ എണ്ണം 38ആയി ഉയർന്നു. ഇന്ത്യയുമായുള്ള പങ്കാളിത്തമാണ് ഇതിന്റെ നേട്ടം വ്യക്തമാക്കുന്ന പ്രധാന ഉദാഹരണം. 2026 ആദ്യ 6 മാസത്തിൽ ഇന്ത്യയുമായുള്ള എണ്ണ ഇതര വ്യാപാരം 1075 കോടി ദിർഹമായി മാറി. തീരുവ കുറയ്ക്കുകയും വ്യാപാര തടസ്സങ്ങൾ ലഘൂകരിക്കുകയും ചെയ്തതോടെ ഇരു രാജ്യങ്ങളിലെയും കമ്പനികൾക്ക് വിപണി പ്രവേശനം കൂടുതൽ എളുപ്പമായി. ഇക്കാലയളവിൽ UAEയുടെ എണ്ണ ഇതര വിദേശ വ്യാപാരം 1.937 ലക്ഷം കോടി ദിർഹമായി ഉയർന്നു. ഇന്ത്യക്ക് പുറമെ ഇന്തോനേഷ്യ, തുർക്കി, ഉക്രൈൻ, സെർബിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും CEPA ശൃംഖല വ്യാപിപ്പിക്കുകയാണ്. ആഫ്രിക്കയിലും പുതിയ കരാറുകൾക്കായി നീക്കം ശക്തമാണ്. കയറ്റുമതിക്കൊപ്പം നിക്ഷേപം, ഉൽപാദനം, വിതരണ ശൃംഖല, സാങ്കേതിക വിദ്യ എന്നിവയെ കൂട്ടിയിണക്കി ആഗോള വ്യാപാര കേന്ദ്രമെന്ന സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുകയാണ് UAE. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പ്രവാസി മലയാളികളെ കൊള്ളയടിച്ച് വിമാന കമ്പനികൾ. ഓണാവധി കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന പ്രവാസികളിൽ നിന്ന് വിമാന കമ്പനികൾ ഈടാക്കുന്നത് 10 ഇരട്ടിയോളം അധിക നിരക്ക്. 12,000 രൂപ മുതൽ 22,000 രൂപ വരെ ടിക്കറ്റ് നിരക്ക് നൽകി ഓണം ആഘോഷിക്കാൻ നാട്ടിലേക്ക് എത്തിയതാണ് പ്രവാസി മലയാളികൾ. ഇപ്പോൾ തിരികെ പോകാൻ ലോൺ എടുക്കേണ്ട അവസ്ഥയിലാണിവർ. 80,000 മുതൽ 1,40,000 രൂപ വരെയാണ് തിരികെയുള്ള യാത്രയ്ക്ക് വിമാന കമ്പനികൾ ഈടാക്കുന്നത്. ഏകദേശം 10 ഇരട്ടിക്ക് മുകളിൽ തുക. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരക്ക് ഇതിന്റെ 40% മാത്രമാണ്. പശ്ചിമേഷ്യ സംഘർഷങ്ങൾ ദുരിതം വിതച്ച പ്രവാസി ജീവിതങ്ങളുടെ വൻ കൊള്ളയാണ് വിമാന കമ്പനികൾ കാണിക്കുന്നത്. അതിനാൽ നിരക്ക് കുറയ്ക്കാൻ സംസ്ഥാന സർക്കാരും കേരളത്തിലെ MPമാരും കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് എയർ ട്രാവൽ ഏജൻസികൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സൗദിയിൽ കാലാവസ്ഥാ മാറ്റത്തിന് കാരണമായ എൽനിനോ പ്രതിഭാസം ശക്തി പ്രാപിക്കുന്നതായി റിപ്പോർട്ട്. ഓഗസ്റ്റ് 2ാം വാരത്തിൽ പ്രതിഭാസത്തിന്റെ തീവ്രത വർദ്ധിച്ചതായി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കി. പസഫിക് സമുദ്രത്തിലെ ജലത്തിന്റെ ഉപരിതല താപനിലയിൽ ക്രമാതീതമായി രേഖപ്പെടുത്തുന്ന വർധനയാണ് പ്രതിഭാസത്തിന് കാരണം. സൗദിയിൽ അനിയന്ത്രിതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വേനൽ ചൂടിന് പ്രധാന കാരണം എൽനിനോ പ്രതിഭാസമാണെന്നാണ് നിരീക്ഷണം. നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജിക്ക് കീഴിലുള്ള റീജിയണൽ സെന്റർ ഫോർ ക്ലൈമറ്റ് ചേഞ്ചാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഓഗസ്റ്റ് 2ാം വാരത്തിൽ എൽനിനോ 3.4 സൂചികയിലേക്ക് ഉയർന്നു. ഇതോടെ പ്രതിവാര താപനിലയുടെ അളവ് 2.02 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയതായി റിസർച്ച് സെന്റർ വ്യക്തമാക്കി. ഇത് തുടർച്ചയായ വർധനവാണ് സൂചിപ്പിക്കുന്നത്. പസഫിക് സമുദ്രത്തിനും അന്തരീക്ഷത്തിനുമിടയിലുള്ള താപ സംയോജനത്തിന്റെ വേഗതയും നിരീക്ഷിച്ചു വരികയാണ്. ഇതിന് അനുബന്ധമായ കാലാവസ്ഥാ മാറ്റങ്ങൾ അപ്പപ്പോൾ അറിയിക്കുമെന്ന് സെന്റർ വൃത്തങ്ങൾ അറിയിച്ചു. ഉഷ്ണമേഖല പസഫിക് സമുദ്രത്തിൽ ഇടയ്ക്കിടെ സംഭവിക്കുന്ന സ്വാഭാവിക പ്രതിഭാസങ്ങളിലൊന്നാണ് എൽനിനോ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.